PM ശ്രീ പദ്ധതി RSS അജണ്ടയാണെന്ന വാദത്തിലൂന്നി CPI എതിർപ്പ് തുടരുമ്പോഴും കേന്ദ്ര ഫണ്ട് കിട്ടിയില്ലെങ്കിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ പദ്ധതികൾ അവതാളത്തിലാകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയുന്നത്. കേന്ദ്രത്തിൽ നിന്ന് 1186 കോടിയിലേറെ കിട്ടാനുണ്ടെന്ന് V. ശിവൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ 800 കോടിയോളം മുൻ വർഷങ്ങളിലെ കുടിശ്ശികയാണ്. 2024-25 PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി 3757.89 കോടി രൂപയാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അനുവദിച്ചത്. സംസ്ഥാനത്ത് 336 സ്കൂളുകൾക്കാണ് PM ശ്രീ വഴിയുള്ള കേന്ദ്ര ഫണ്ട് ലഭിക്കുക. എന്നാൽ ഫണ്ടിനു വേണ്ടി കേന്ദ്രവിരുദ്ധ നിലപാടിൽ വെള്ളം ചേർക്കണോ എന്നാണ് CPI ഉൾപ്പെടെ ചോദിക്കുന്ന ചോദ്യം. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ കേന്ദ്രത്തോട് പോരാടുന്ന തമിഴ്നാട്, ബംഗാൾ മാതൃകകൾ CPIM കാണണമെന്നും വിമർശകർ പറയുന്നുണ്ട്. എന്നാൽ PM ശ്രീ വഴിയുള്ള ഫണ്ട് സ്വീകരിച്ചാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയും CPIM നേതാക്കളും ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ ഇത് സാധ്യമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിലെ ആദ്യ 2 നിബന്ധനകൾ വളരെ പ്രസക്തമാണ്. ഒന്നാമത്തെ നിബന്ധന തന്നെ PM ശ്രീയുടെ ഭാഗമാകാൻ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പിലാക്കണം എന്നാണ്. PM ശ്രീയുടെ ലക്ഷ്യം തന്നെ 2020 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക എന്നതാണെന്നിരിക്കെ ഫണ്ട് വാങ്ങി നയത്തെ എതിർക്കാൻ കേന്ദ്രം അനുവദിക്കില്ല എന്ന കാര്യവും ഉറപ്പാണ്. പദ്ധതിയുടെ ഭാഗമാകുന്ന സ്കൂളുകളെ PM ശ്രീ സ്കൂളുകൾ എന്ന് വിളിക്കണം എന്നാണ് രണ്ടാമത്തെ നിബന്ധന. ഇതിനെയും CPIക്കൊപ്പം CPIM നേതാക്കൾ നേരത്തെ എതിർത്തിട്ടുള്ളതാണ്. CPIM പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ എതിർത്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിൽ CPIയുടെ എതിർപ്പ് മന്ത്രിസഭയിൽ ഉന്നയിച്ചു എന്ന് മന്ത്രി GR അനിൽ വ്യക്തമാക്കി. CPI സംസ്ഥാന ഘടകത്തിന്റെ നിലപാടിന്റെ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയും ഉണ്ട്. CPI സ്റ്റേറ്റ് സെക്രട്ടറി പ്രതികരിച്ചിട്ടുണ്ട്. ആ വിഷയത്തെ സംബന്ധിച്ച് പാർട്ടി ടു പാർട്ടി LDF ചർച്ച ചെയ്യും. CPIക്ക് എന്താണോ നിലപാട് അത് തന്നെയായിരിക്കും CPIയുടെ മന്ത്രിമാരുടെ നിലപാട്. CPI അതിൻ്റെ നിലപാട്, അതിൻ്റെ ദേശീയ തലത്തിൽ ഈ പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ പാർട്ടികളും ഇരുന്ന് ചർച്ച ചെയ്ത്, ഗൗരവത്തിൽ ചർച്ച ചെയ്ത് ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേരളം പിന്മാറണമെന്ന് DMK നേതാവ് TK സിളങ്കോവൻ ആവശ്യപ്പെട്ടു. PM ശ്രീയിലെ ഭിന്നത LDFന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. R. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഇത് മുന്നണിക്കകത്ത് വലിയൊരു തർക്കമായി രൂപപ്പെട്ടു കഴിഞ്ഞു. നയപരമായ വിഷയമായി തന്നെ വലിയൊരു തർക്കമായി രൂപപ്പെടുകയും നേതാക്കളുടെ പ്രതികരണം, ബിനോയ് വിശ്വത്തിൻ്റെയും MV ഗോവിന്ദിൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. കടുത്ത നിലപാടിൽ തന്നെയാണ് CPI ഉള്ളത്. ഇത് മുന്നണിക്കകത്ത് ഒരു തർക്കമായി എങ്ങനെയാണ് വളരുന്നത്? ആ വിവാദം എങ്ങനെയാണ് മുന്നണിയെ ബാധിക്കുന്നത്? R. ശ്രീജിത്ത്. PM ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയം ഒളിച്ചു കടത്താനുള്ള ഒരു നടപടിയായിട്ടാണ് CPIയും CPIയും ഒക്കെ നേരത്തെ തന്നെ കണ്ടിരുന്നത്. എന്നാൽ CPIM ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിമർശനം ഉയർത്തുമ്പോൾ തന്നെ പദ്ധതിക്ക് ഇതിലൂടെ ലഭ്യമാകുന്ന പണം നേടിയെടുക്കാനുള്ള ശ്രമം വേണമെന്ന നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. എന്നാൽ CPI ആകട്ടെ തങ്ങളുടെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇതാണ് ഇപ്പോൾ നടക്കുന്ന ഇടതുമുന്നണിക്കകത്ത് നടക്കുന്ന രാഷ്ട്രീയ സംഘടനത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ഈ നിലപാടുമായി എത്ര കാലം CPIക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യം CPIയുടെ നേതൃയോഗങ്ങൾ തന്നെ ഉയർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും ജയിച്ചു വരണമെങ്കിൽ CPIഎമ്മിൻ്റെ പൂർണ്ണ സഹകരണം വേണം. അപ്പോൾ PM ശ്രീ പോലുള്ള ഒരു വിഷയത്തിൽ CPIയുമായി കലഹിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് CPIഎമ്മിൻ്റെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമെന്ന സംശയം CPIയുടെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലും എക്സിക്യൂട്ടീവ് യോഗത്തിലും ഇപ്പോൾ നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലും ഉയർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ ഉരുത്തിരിയേണ്ടത് എന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. LDF യോഗം വിളിച്ച് CPIയെ കൂടി ബോധ്യപ്പെടുത്തി ഈ ഫണ്ട് നേടിയെടുക്കേണ്ട അനിവാര്യത ബോധ്യപ്പെടുത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ CPIM ശ്രമിക്കുമ്പോൾ CPI ആകട്ടെ തങ്ങളുടെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എങ്ങനെ കാര്യങ്ങൾക്ക് പരിഹാരമാകുമെന്ന പ്രശ്നം ഉദിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPI പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കേണ്ടി വരും, അതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ സംഘപരിവാർ അജണ്ടകൾക്ക്, വർഗീയ അജണ്ടകൾക്ക് വഴങ്ങുകയാണ് എന്നാണ് CPI പറയുന്നത്. ഈ രണ്ട് താല്പര്യങ്ങൾ തമ്മിലുള്ള, ഈ രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള സംഘടനത്തിന് എങ്ങനെ പരിഹാരമാകുമെന്ന ചോദ്യമാണ് ഈ ഉയർന്നത്. എന്തായാലും LDF യോഗം വിളിക്കണമെന്ന് ആവശ്യമുണ്ട്. LDF യോഗത്തിൻ്റെ തീയതി ഇനി നിശ്ചയിച്ചിട്ടുമില്ല. ശരി, R. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എതിർപ്പിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് CPI നേതൃത്വമുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.